ഐശ്വര്യ അമ്മയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലൂടെയാണ് പോകുന്നത്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇപ്പം പിഷാരണിയും ഗണേഷ് കുമാറെല്ലാം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് അമ്മയിൽ ആരും രാജി വെച്ചിട്ടില്ല, ആ രാജി വെച്ചു എന്ന് പറഞ്ഞവർ തന്നെ അക്കാര്യം വിശദീകരിക്കണം എന്നുള്ള തരത്തിലേക്ക് വലിയ തരത്തിലുള്ള വാർത്തകൾ വരുന്നു. നമുക്ക് വിഷയമൊക്കെ തുടങ്ങുന്നത് അൻസിബുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലായിരുന്നു. നമ്മളതുമായി ബന്ധപ്പെട്ട് മാലാപാർവതിയുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തതായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മുമ്പിൽ നിന്ന് മാലാപാർവതി തന്നെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളതും ഏത് തരത്തിലൊക്കെയാണ് പ്രശ്നം എന്നുള്ളതും അത് എങ്ങനെയൊക്കെ ഇനി സോൾവ് ചെയ്യാൻ പറ്റുന്നതും ഏത് തരത്തിലോട്ടൊക്കെ ഈ പൊട്ടിത്തെറി പോകും എന്നുള്ളതും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അപ്പം എന്നിരുന്നാൽ പോലും ഇപ്പോൾ വീണ്ടും വലിയ തരത്തിലോട്ട് ശ്വേതാ മേനോനോടൊക്കെയുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ രാജിവെക്കുന്നു, 17 അംഗ കമ്മിറ്റികൾ മൊത്തം രാജിവെക്കുന്നു എന്നുള്ള തരത്തിലുള്ള മാധ്യമങ്ങളടക്കം പല മാധ്യമങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ നമ്മളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജിവെച്ചു എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അവരാരും രാജിവെച്ചിട്ടില്ല എന്നുള്ളതും സ്റ്റിൽ ഔദ്യോഗിക പദവിയിൽ തന്നെയാണ് അവരെല്ലാവരും ഇരിക്കുന്നത് എന്നുള്ളതും. അപ്പോൾ ഗണേഷ് കുമാറൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് പൊതുസമൂഹത്തിന് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലും അവരാണ് അതിൽ ഉത്തരവാദി എന്നുള്ളതും അവരാ കാര്യം വെളിപ്പെടുത്തണം എന്നുള്ളതുമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. യഥാർത്ഥത്തിൽ അമ്മയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതായത് ജനങ്ങളെ എങ്ങനെങ്ങ് പൊട്ടന്മാരാക്കിയ കുറച്ച് ദിവസങ്ങളായിരുന്നു. നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ശ്വേതാ മേനോൻ്റെ രാജിയായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ പുറത്ത് വിട്ടതാണ്. ശ്വേതാ മേനോൻ രാജിവെച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ അടക്കമുള്ള 17 പേര് രാജിവെച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഈ കൂട്ടത്തിലുള്ളവരെ പോലും പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇവരാരും തന്നെ ഔദ്യോഗികമായിട്ട് അംഗത്വം പോലും രാജിവെച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക കത്ത് ഇതുവരേക്കും ചെന്നിട്ടില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവർ 17 മെമ്പേഴ്സും രാജിവെച്ചു. അപ്പോൾ പകരം ദൈനംദിന അമ്മയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് അതെ, പക്ഷേ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് എന്ത് നിയമ സാധുതയുള്ളതാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. അതായത് കുറച്ച് നാൾ ഈ അൻസിബ ഉയർത്തിയ ചോദ്യങ്ങളിലൊക്കെ അൻസിബയ്ക്ക് ഒരു പരിധി വരെ നീതി കിട്ടി എന്ന് നമ്മൾ വിചാരിച്ചതാണ്. ആ വിഷയത്തിൽ അന്ന് അൻസിബ നടത്തിയ ഒരു 20 മിനിറ്റിൻ്റെ പ്രസംഗത്തിൽ അവർ ഉന്നയിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊക്കെ മിണ്ടാണ്ടിരിക്കാനല്ലാതെ, അതായത് അൻസിബയ്ക്ക് എതിരെ ശ്വേതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ മീറ്റിങ്ങിൽ കയറിയവർ പോലും ശ്വേതാ മേനോനെ അടക്കമുള്ള ഭരണസമിതിയെ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ അൻസിബ സപ്പോർട്ടേഴ്സ് ഭയങ്കര വലുതായിട്ട് ഉയർന്നു വന്ന, അല്ലെങ്കിൽ അൻസിബ ആയിരുന്നു ശരി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ട, അൻസിബയ്ക്ക് നീതി കിട്ടിയ ഒരു ദിവസം എന്നാണ് നമ്മൾ ആ ദിവസത്തെ പോലും വിശേഷിപ്പിച്ചത്. പക്ഷെ എല്ലാവരെയും പൊട്ടന്മാരാക്കി, കൂട്ടത്തിലുള്ള അമ്മ മെമ്പേഴ്സിനെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് രാജി എന്ന് പറയുന്നൊരു വെറുമൊരു നാടകമായിരുന്നു അവിടെ അരങ്ങേറിയത്. അതെ, പക്ഷെ അത് ഔദ്യോഗികമായിട്ട് കൊടുക്കാനോ ആ സ്ഥാനത്ത് നിന്ന്, അതായത് 2028 വരെയോ മറ്റേ കാലാവധിയുണ്ട് ഈ പറയുന്ന ശ്വേതാ മേനോൻ്റെ ഇതിലുള്ള അധീനതയിലുള്ള, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പ്രസിഡൻ്റായിട്ടുള്ള അമ്മയുടെ അംഗങ്ങളുടെ ആ ഒരു കമ്മിറ്റിക്ക് സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് അവർക്ക് ഇതുവരേക്കും ഔദ്യോഗികമായിട്ട് യാതൊരു കത്ത് പോലും കൊടുക്കാണ്ടാണ് രാജിവെച്ചു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. ഇപ്പം മാധ്യമങ്ങൾക്കൊക്കെ വിലക്കാണ് അമ്മയുടെ അകത്തേക്കുള്ള അവരുടെ മീറ്റിങ്ങുകളിൽ മാധ്യമ വിലക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പുറമേ അറിഞ്ഞത്, ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ പോലും അറിഞ്ഞത് അവിടെ രാജിവെച്ചു എന്നുള്ളതാണ്. അൻസിബയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു, ഇപ്പോൾ മാലാപാർവതി അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞപ്പോൾ അൻസിബയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് ശ്വേതാ മേനോനൊക്കെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്, അവരെയൊക്കെ VIP റൂമിലാക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് രാജിപ്രഖ്യാപനവും കഴിഞ്ഞ് VIP റൂമിലേക്ക് ആക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അവർ ഈ പറഞ്ഞതുപോലെ രാജിവെച്ചിട്ടില്ല. ഇപ്പോൾ പലരും, ഉഷാ ഹസീന അടക്കമുള്ളവർ ഉയർത്തുന്നൊരു കാര്യം, എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ രാജിവെച്ചു എന്ന് പറയപ്പെടുന്ന 17 പേരും ശ്വേതാ മേനോൻ്റെ തന്നെ അധ്യക്ഷതയോടുകൂടി തന്നെ തിരികെ ഈ കമ്മിറ്റിയിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുള്ളൊരു നാടകമായിരുന്നു തിരശ്ശീലയിൽ അരങ്ങേറിയത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇവർ ഈ 45 ദിവസം കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. രാജി എന്ന പുകമറയിൽ നിന്നുകൊണ്ട് അവർ തിരിച്ച് പൂർവാധികം ശക്തിയോടെ മിക്കവാറും അവർ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ അമ്മയെ ഞാൻ മൊത്തത്തിൽ അടച്ചു പറയുകയല്ല, പക്ഷെ എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടാണോ അവർ പുറത്തു പോയത്? ചോദ്യത്തിന് ഉത്തരം ഇല്ലാണ്ട് വന്നപ്പോൾ കുറച്ച് നാളത്തേക്കൊന്ന് ഒളിച്ചോടി. അതിനുശേഷം എല്ലാവരെയും ഇതാക്കിക്കൊണ്ട് അവർ തിരിച്ചു വരും. പക്ഷേ ഉഷാ ഹസീനെ അടക്കമുള്ളവർ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയയെ ഇനി അകത്തേക്ക് കയറ്റിയാൽ, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയോടാണ് പലർക്കും അതിൽ വിയോജിപ്പുള്ളത്. ലക്ഷ്മിപ്രിയയാണ് ശരിക്കും ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ മോശമാക്കി ഈ ജനങ്ങൾക്കിടയിലേക്ക് ട്രോളാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തതെന്ന് തോന്നുന്നു. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് ശ്വേതാ മേനോൻ ശരിക്കും രാജിവെച്ചിറങ്ങിയപ്പോൾ പറഞ്ഞത് ഫവാസിന് ഓർമ്മയുണ്ടോ? എനിക്ക് ആരുടെയും പാവയാകാൻ പറ്റില്ല, ഈ ഒരു സ്ഥാനത്തിരിക്കണമെങ്കിൽ പലരുടെയും പാവയാകേണ്ടി വരും. ആ പാവയാകാൻ വയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇറങ്ങുന്നു എന്നാണ്. പക്ഷെ ശരിക്കും ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആളെ പാവയാക്കിയത് ഈ ആരെയാണോ നമ്മളെ ന്യായീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കി വിടുന്നവരുണ്ടല്ലോ. ഈ ടിനി ടോമിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റ് പല വിഷയങ്ങളിലാണെങ്കിലും പ്രിയങ്ക, ലക്ഷ്മിപ്രിയ അടക്കമുള്ളവരാണ് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളിലെ ന്യായീകരണങ്ങൾ ഉയർത്തിയതും ഒക്കെ. ലക്ഷ്മിപ്രിയ ക്യാൻ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ തന്നെയുണ്ട്,
ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാണ്ട് പകരം കുറേ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള കുറേ ടാർണിഷിങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അസാസിനേഷൻ മാത്രമാണ് ലക്ഷ്മിപ്രിയക്ക് പറയാനുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ഒരു മണിക്കൂറോളം ആദ്യ എപ്പിസോഡ് തന്നെ ഇൻ്റർവ്യൂ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു മണിക്കൂറിലോ സെക്കൻഡ് എപ്പിസോഡിലോ ഒന്നും തന്നെ ഈ അൻസിബ ഹസൻ ഉയർത്തിയ കണക്കുകളിലെ വൈരുദ്ധ്യം അതിനൊരു ഉത്തരം പറയാനായിട്ട് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നടിക്ക് ഉണ്ടായിരുന്നില്ല. കുറേ വ്യക്തിഹത്യ നടത്താൻ പറ്റി. കന്യാകുമാരിയിൽ ഹോട്ടലിൽ ബോയ് ഫ്രണ്ടുമായിട്ട് താമസിച്ചു, ആ ഹോട്ടലിൽ നിന്ന് പിടിച്ചു, ഒരു താടിക്കാരൻ വന്നു, CCTV വിഷ്വൽ കണ്ടു, പക്ക പരദൂഷണം. അതിനപ്പുറത്തേക്ക് ഒരു അൻസിബ പറയുന്നതിലെ ക്ലാരിറ്റി ഉണ്ടല്ലോ. ഓരോ വിഷയവും അവർ ഉന്നയിക്കുന്ന എല്ലാത്തിനും അവർ കൃത്യമായും ക്ലാരിറ്റി ഉണ്ട്. ഓരോ ഇൻ്റർവ്യൂസിലാണെങ്കിലും ഓരോ കാര്യത്തിലാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറയുന്നതിൽ അണുവിടെ വ്യത്യാസം വരുന്നില്ല. പക്ഷെ ലക്ഷ്മിപ്രിയക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പറയണതൊന്നും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല എന്നുള്ളതാണ്. എന്തായാലും ഉഷ ഹസീന അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ലക്ഷ്മിപ്രിയയും ഈ ഒരു ടീം സംഘം, ഉപജാപക സംഘം എന്ന് തന്നെ പറയണം, ഇവർ തിരിച്ചിതിലേക്ക് അമ്മയിലേക്ക് വരാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർ രാജിവെക്കും. അൻസിബ ഹസനും മാലാപാർവതിയും അടക്കമുള്ളവരുടെ രാജിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ള, അൻസിബ മാലാപാർവതി എന്ന് മാത്രം ഞാൻ പറഞ്ഞതല്ല, അക്കൂട്ടത്തിൽ ആത്മാഭിമാനമുള്ള ആരൊക്കെയാണോ അവരാരും പിന്നെ അതിൽ തുടരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജിവെച്ച് പുറത്ത് പോയി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജനങ്ങളുടെ മാത്രമല്ല ആ മെമ്പേഴ്സിൻ്റെ ഒക്കെ കണ്ണിൽ പൊടിയിട്ടിട്ട് മാറി നിന്ന് തിരിച്ചു വരാനാണ് ഇവരുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഗണേഷ് കുമാറിൻ്റെയൊക്കെ ഒരു മാധ്യമങ്ങളോട് പറഞ്ഞ വിശദീകരണം കേൾക്കുമ്പോൾ, അവരതിന് വിശദീകരണം പറയണമെന്ന് പറയുമ്പോൾ അവരെ എന്തോ തിരിച്ചു വിളിച്ച് ഇതേ സ്ഥാനത്തേക്ക് ഇവരെ കൊണ്ടുവന്നിരുത്താനുള്ളൊരു കൃത്യമായും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഗണേഷ് കുമാർ ചിലരെ നമ്മൾ പറയില്ലേ ആല് വെക്കുമ്പോൾ തന്നെ അറിയാം എന്ന് പറയുന്ന പോലെ ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു നല്ല നടനാണ്. അദ്ദേഹം ഇത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞൊരു കാര്യം ഉറപ്പായിട്ടും ഇവരുടെ തിരിച്ചുവരവിലേക്കുള്ള സൂചന തന്നെയാണ്. പക്ഷെ അത്തരത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ആത്മാഭിമാനമുള്ള ആരും പിന്നെ അതിൽ തുടരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ സിദ്ദീഖ് ഇപ്പം എക്കാലത്തും അമ്മയിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിട്ടേ കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. അപ്പം ഞാനെപ്പം നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറി അമ്മയിൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പം പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ മാറി സിദ്ദീഖ് വരുന്നു, സിദ്ദീഖ് മാറി ശ്വേതാ മേനോനൊക്കെ ഒന്ന് ഞാൻ വിചാരിച്ച് അത്രയും കാലം എന്താ പറയുക യുവനടിക്കെതിരുണ്ടായ അക്രമം പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും കൃത്യമായിട്ട് അമ്മ എന്താ പറയുക സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ യുവതിക്ക് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ യാതൊരു തരത്തിൽ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഒരു സ്ത്രീ തന്നെ ആ ഒരു മുതിർന്ന സ്ഥാനത്തോട്ട് വരുമ്പം, ആ ഉന്നത പദവിയിലോട്ട് വരുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ഇനിയൊരു സ്ത്രീക്കെതിരെയുള്ള ആരോപണം വരില്ല എന്നുള്ളതും, ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിരൂക്ഷമായിട്ട് തന്നെ അമ്മയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവും എന്നൊക്കെ ഞാനടക്കമുള്ള വിചാരിച്ച പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാം. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ജെൻഡർ. അവിടെ ആരിയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീ ഇരുന്നു കൊണ്ടോ ഒരു പുരുഷൻ ഇരുന്നു കൊണ്ടോ അനീതി പിന്നെ നേരിടേണ്ട ഒരാൾക്ക് നീതി കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് അബൌട്ട് ടു എ പേഴ്സൺ ടു പേഴ്സൺ. നല്ലൊരു ഇൻഡിവിജ്വലാണ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുണ്ടായിരുന്ന അവർക്ക് കിട്ടേണ്ട നടപടി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം ഇതിന് മനസ്സിലായത്. അപ്പോൾ ഒരു ജെൻഡർ കൊണ്ട് നമ്മളൊരു കാര്യം വിലയിരുത്താൻ പാടില്ല എന്നുള്ളൊരു സാധനം കൂടി ഇതിൽ കൃത്യമായിട്ട് വെക്കുന്നത്. അങ്ങനെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ശ്വേതയുടെ ജെൻഡർ അതേ ജെൻഡർ തന്നെയാണ് ഈ പറയപ്പെട്ട പോലെ അൻസിബയുള്ളത്. അപ്പോൾ അൻസിബയ്ക്ക് സ്വാഭാവികമായിട്ടും അവിടെ നീതി അൻസിബയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരേ ഇതിൽ പെടുന്ന ജെൻഡറിൽ പെടുന്ന അവരെ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം. പക്ഷെ അതുപോലും അവിടെ അൻസിബയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഉറപ്പായിട്ടും ഇത് ഇവർക്ക് കുറേ വുമൺ കാർഡ് ഇറക്കുന്നതിനപ്പുറത്തേക്ക് ശരിക്കും ഇവിടെ വുമൺ കാർഡ് അല്ല വേണ്ടത്. അവിടെ ശരിക്കും എന്താണ് നടന്നത് എന്നുള്ളത് കൃത്യമായിട്ടും ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. ഇത്രയും ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ടും ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ടിട്ടും അവൾക്കൊപ്പം നിൽക്കാതെ അപ്പുറത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മാത്രം, അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ മാത്രം വുമൺ കാർഡ് ഇറക്കി ഒരു ലേഡി ഇതുപോലെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ, ഇതിന് മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തും ശ്വേതാ മേനോൻ്റെ പേര് ഒരുപാട് ഇതായിട്ട് കേട്ടത് മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറയുന്ന ഒരാൾ നടത്തിയ അദ്ദേഹം കൊടുത്തൊരു പരാതിയുടെ മേലിലായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന മാർട്ടിൻ മേനാശ്ശേരി ശ്വേതയ്ക്കെതിരെ കൊടുത്തൊരു പരാതി, അതിൻ്റെ പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. പക്ഷേ ആ സമയത്ത് പലരും പറഞ്ഞിരുന്നു
ഇതിനെ ഇറക്കിയത് ഈ മലപർവ്വതി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ പറയുന്ന മാർട്ടിൻ മേനാച്ചേരിയെ ഇറക്കിയത് ബാബുരാജ് ആണെന്നുള്ള തരത്തിലേക്ക് പലരും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ശ്വേതയ്ക്ക് എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ട് ശ്വേതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൻ വിജയം ഉണ്ടാവുകയാണ്. ശരിക്കും വിക്ടിം കാർഡ് ഇറക്കി അവിടെ. ഇപ്പോൾ വുമൺ കാർഡ് ഇറക്കുന്ന ശ്വേതാ മേനോൻ അന്ന് വിക്ടിം കാർഡ് ഇറക്കി തന്നെയാണ് ജയിച്ചതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതേ ബാബുരാജ്, അന്ന് പ്രതിക്കൂട്ടിലായ ബാബുരാജ് ഇപ്പോൾ നടത്തുന്നൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ മാർട്ടിൻ മേനാച്ചേരി അടക്കമുള്ള ഇത്തരം കുറേ ക്യാരക്ടറുകളെ ഇറക്കിയതും ശരിക്കും ഇത് ശ്വേത തന്നെയാണെന്ന് സംശയിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളും ഇപ്പോൾ ബാബുരാജ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ പലരും ആ ഒരു ആരോപണത്തോട് ബാബുരാജിൻ്റെ സംശയം ശരിയാണ് എന്ന രീതിയിൽ പലർക്കും തോന്നി തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നൊരു സൂചന.